സർവശക്തനായ ഭഗവാനെ, യത് യാതൊന്ന് ത്രൈലോക്യ മഹീയസഹ അഭിമഹിതം, മൂന്ന് ലോകത്തിലും മഹത്തായതിൽ വെച്ചും ശ്രേഷ്ഠമായിരിക്കുന്നു. മോഹനാത് അഭിസമ്മോഹനം, ഏറ്റവും മോഹനമായതിനേക്കാളും മോഹനമായിരിക്കുന്നു. കാന്തി നിധാനതഃ അഭികാന്തം, ഏറ്റവും ആകർഷകമായിരിക്കുന്നതിലും ആകർഷകത്വമുള്ളതായിരിക്കുന്നു. മാധുര്യധുര്യാത് അഭിമധുരം, മാധുര്യത്തിന്റെയും സത്തെന്തുണ്ട്, അതിനേക്കാളും മധുരമായിരിക്കുന്നു. സൗന്ദര്യോത്തരതഃ അഭിസുന്ദരതരം, ഏറ്റവും സുന്ദരമായതിനേക്കാളും സുന്ദരമായിരിക്കുന്നു. ആശ്ചര്യതഃ അഭി ആശ്ചര്യം, ഇതെല്ലാം വെച്ച് നോക്കിയാലും ആശ്ചര്യം 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 തന്നെ. ആശ്ചര്യവത് പശ്യതി, ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാകും. ഇത് ആശ്ചര്യമാണ്. ആശ്ചര്യതഃ അഭി ആശ്ചര്യം, ഇതിനെ എത്ര മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ, വർണ്ണിക്കുവാൻ പുറപ്പെടുന്നവന്റെ വാക്കുകൾ അവിടെ ചെന്ന് തട്ടി തിരിച്ചു പോരുന്നു. വർണ്ണിക്കുവാൻ വാക്കുകളില്ല. മനസ്സവിടെ എത്തണ്ടേ, എന്നിട്ട് വേണ്ടേ വർണ്ണിക്കാൻ.